ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അവാമിൽ 21ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. അവാമിലുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. 22ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെ കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ നമുക്ക് പഠന വിധേയമാക്കാം ഇൻഷാ അല്ലാഹ്. അഫ്ആലുൽ മുഖാറബയാണ് നമുക്ക് എടുക്കാനുള്ള ഭാഗങ്ങൾ. മുഖാറബ എന്ന പദം തന്നെ കറുബ, അടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സാധ്യതയുള്ളത്, ഒരു വിഷയം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കാനൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ വരുമ്പോഴാണ് മുഖാറബ, അഫ്ആലുൽ മുഖാറബയാകുന്നത്. ഏതാനും ഫെയിലുകൾ അങ്ങനെ ആ അർത്ഥത്തിന് വരുന്നതുണ്ട്. ആ ഫെയിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഉദ്ധരണി ഒന്ന് പരിചയപ്പെടാം. ഈ ഭാഗത്ത് ശരിക്കും നമ്മൾ പഠിക്കുന്നത് എന്താണ്? അഫ്ആലുൽ മുഖാറബയായി അറിയപ്പെടുന്ന അസ, കാദ, കറബ, ഔഷക്ക, ഈ 4 ഫെയിലുകൾ. ഈ 4 ഫെയിലുകളുടെ അമല് ഒരു ഇസ്മിന് റഫർ ചെയ്യുക എന്നതാണ്. വമിൻഹ, ഈ അവാമിലുകളിൽ പെട്ടതാണ് അഫ്ആലുൻ, ചില ഫെയിലുകൾ. തുസമ്മ, ആ ഫെയിലുകൾക്ക് പറയപ്പെടും അഫ്ആലുൽ മുഖാറബ, അഫ്ആലുൽ മുഖാറബ എന്ന് പറയപ്പെടും. തർഫഉ, അവകൾ റഫ ചെയ്യും ഇസ്മൻ വാഹിദൻ, ഒരു ഇസ്മിന്. വഹിയ അസ, അസ ആണ്. വകാദ, കാദയാണ്. വകാദ, കാദയാണ്. വകറബ, കറബയാണ്. ഔഷക്ക, ഔഷക്കയാണ്. ഇങ്ങനെ വായിക്കുന്നത് ഉദാഹരണം ആദ്യം വായിക്കാതെ അർത്ഥം എളുപ്പാകാനാണ്, ഉദ്ധരണി പരിചയപ്പെടാനാണ്. ഈ വായിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മിൻഹ, അവകളിൽപ്പെട്ടതാണ് അഫ്ആലും, ചില ഫെയിലുകൾ. അപ്പോ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? അതാണ് ശരിക്കും മുബ്തദ. അപ്പൊ മുബ്തദ മുഅഖറാണ്. മുബ്തദ സാധാരണ വരേണ്ടത് ആദ്യത്തിലല്ലേ? ഇൻഷാല്ലാഹ് വിശദമായിട്ട് ശേഷം പഠിക്കും. അതേസമയത്ത് ഖബറായിട്ട്, ഖബർ ആദ്യം പറഞ്ഞു. മിൻഹ, ഈ ഫിഅലുകൾ എന്താണ്? ഈ അവാമിലുകളിൽ പെട്ടതാണ്. അത് ആ ജുംലയായി. മിൻഹ അഫ്ആലുൻ തുസമ്മ, അവകൾക്ക് പറയപ്പെടും. ഈ തുസമ്മ എന്നതിലെ ലമീർ, ഇത് മുളാരി മജ്ഹൂലാണല്ലോ. തുസമ്മ, ഏതിനെ കുറിച്ചാണ് തുസമ്മ എന്ന് പറയുന്നത്? അഫ്ആലിനെ കുറിച്ച്. അപ്പൊ അഫ്ആലിലേക്ക് മടങ്ങുന്ന ലമീറാണ് ഇതിന്റെ, ഈ ഫെയിലിലെ ലമീർ. തുസമ്മ, ഈ ഫെയിലുകൾക്ക് പറയപ്പെടും. ഈ തുസമ്മ എന്നത് ഇതിൽ നിന്ന് ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലമീർ മടങ്ങുന്നു. തുസമ്മ, ആ അഫ്ആലുകൾക്ക് പറയപ്പെടും. എന്ത് പറയപ്പെടും? അഫ്ആലുൽ മുഖാറബ, അഫ്ആലുൽ മുഖാറബ എന്ന് പറയപ്പെടും. അഫ്ആല എന്നത് രണ്ടാം മഫൂൽ ആയതുകൊണ്ടാണ്. ഒന്നാം നായിബ് ഫായില് ഈ ലമീറാണ്. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ പിന്നാലെ കൂടുന്നു വേണ്ട, കാരണം ഇഅ്റാബുകൾ ശേഷം ഇനിയും വിശദമായി പഠിക്കും. അഫ്ആലുൽ മുഖാറബ, അഫ്ആലുൽ മുഖാറബ എന്നാണ് പറയുക. തർഫഉ, ഈ വകൾ ഏത്? അഫ്ആലുൽ മുഖാറബ. തർഫഉലെ ലമീർ ഈ അഫ്ആലിലേക്കാണ് മടങ്ങുന്നത്. തഫ്അലു, തർഫഉ, അവകൾ റഫഅ ചെയ്യും. എന്തിന്? ഇസ്മൻ, ഒരു ഇസ്മിന്. ഇസ്മൻ വാഹിദൻ, ഒരു ഇസ്മിന്. വഹിയ, ഈ അഫ്ആലുൽ മുഖാറബ ആകുന്നത് അസ, അസ ആണ്. ഇത് മുബ്തദ. വഹിയ, ഇത് വഹിയ, അവകളാകുന്നത് അസ, അസ ആണ്. അസ ആണ്. ഇനി അതിന്റെ ഒരു ഉദാഹരണം. നഹ്വു അസല്ലീഖു അൻ യൻഫരിജ. ലീഖു എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം. അസല്ലീഖു അൻ യൻഫരിജ, യൻഫരിജ എന്ന് പറഞ്ഞാലോ തീരുക. അപ്പൊ പ്രയാസം തീരാനായിട്ടുണ്ട്. കുറെ വിഷയങ്ങളൊക്കെ പരിഹാരമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അസല്ലീഖു അൻ യൻഫരിജ. അപ്പൊ അസ എന്നത് അല്ലീഖു എന്നതിന് റഫർ ചെയ്തു എന്നതാണ് വിഷയം. ഇസ്മൻ വാഹിദ. വകാദ, കാദയും ആണ്. അഫ്ആൽ മുഖാറബയിലെ രണ്ടാമത്തെ കാദയാണ്. നഹു കാദൽ ലൈലു യന്തസിഫു. കാദൽ ലൈലു യന്തസിഫു, ലൈലു രാത്രി, യന്തസിഫു പകുതിയാവുക. രാത്രി പകുതിയാകാറായിട്ടുണ്ട്, അർദ്ധരാത്രി ആകാനായിട്ടുണ്ട്.
കാതൽ ലൈലു. അപ്പൊ അല്ലൈലു എന്ന ഇസ്മിന് റഫ ചെയ്തു. കാതൽ ലൈലു യന്തസു. ഇനി കറബ. നഹു കറബ ശിതാഉ യൻഖദി. കറബ കാതയില് അതിന്റെ ഫൈലിൽ എന്ത് വന്നോളണമെന്നില്ല, അതിന്റെ ഖബറിൽ അൻ വന്നോളണം എന്നില്ല. ശേഷം ഞാൻ അതിന്റെ അടിക്കുറിപ്പ് കാണിക്കാം. കറബ ശിതാഉ യൻഖദി. ശൈത്യം, തണുപ്പ് കാലം കഴിയാറായിട്ടുണ്ട്. ഔഷക്ക നഹ്വു ഔഷക്ക ളുൽമു അൻ യന്തഹിയ. ഇരുട്ട്, അക്രമം അൻ യന്തഹിയ അവസാനിക്കാറായിട്ടുണ്ട്. അൻ യന്തഹിയ എന്നാണ് അവസാനിക്കും. ഇരുട്ട് അവസാനിക്കാറായിട്ടുണ്ട്. ഇതില് യക്ഫുറു ഇസ്തിഅമാലു അൻ കൂടുതൽ വരും ഫി ഖബരി അസാവ ഔഷക്ക. അസയിലും ഔഷക്കയിലും അന്ന് അധികവും വരും. വയഖില്ലു ഫി ഖബരി കാദാ വ കറബ. കാദാ കറബ അതിന്റെ ഫെയിലില് അത് കുറയും, ഖബറില് അന്ന് കുറയും. ഇതാണ് സാധാരണ. കാദാ കറബയില് അന്ന് കുറയും. ഇനി തംരീനാത്തിലേക്ക് പോകാം. പരിശീലനം. നുഗയ്യിറുൽ ജുമല താലിയ. ഈ ജുംലകളിൽ വ്യത്യാസം വരുത്തുക. ഈ ജുംലകളാണ്. ജുംലകൾ കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ സൗകര്യം ചെയ്യാം. ഈ പറയുന്ന ഈ ജുംലകൾ, ഈ 8 ജുംലകളിൽ എന്ത് വരുത്തുക? നുഗയ്യിറുൽ ജുമല താലിയത്ത വിസ്തിയമാലി അഫ്ആൽ മുഖാറബ. അഫ്ആൽ മുഖാറബ എടുക്കുക. അഫ്ആൽ മുഖാറബ ഇതാണ്. അത് എടുത്തിട്ട് മാറ്റം വരുത്തുക. ബൈനൽ കൗസൈനി, ഈ ബ്രാക്കറ്റിൽ കൊടുത്ത കൗസ് ഇതാണ്. കൗസൈനി ബ്രാക്കറ്റ്. ബ്രാക്കറ്റുകൾക്കിടയിലുള്ള അഫ്ആൽ മുഖാറബ ഉപയോഗിച്ചിട്ട് ഈ ജുംലകൾ മാറ്റം വരുത്തുക. നുഗയ്യിറുൽ ജുമല താലിയ. താലിയ എന്ന് പറഞ്ഞാൽ തലായത്തുലു, താലി അടുത്തു വരുന്നത്. വല എലി, വല എലി, അതാണ് താലി. നസ്ബിത്തുഹാ ബിൽ അഷ്കൽ, എന്നിട്ട് ഹറക്കത്തും കൂടി കൊടുക്കുക. നസ്ബിത്തുഹാ ബിൽ അഷ്കൽ, ഹറക്കത്തും കൊടുക്കുക. ഒരു ഉദാഹരണം ഇതുപോലെ ഇനി ചെയ്യാണ് വേണ്ടത്. യൻഖദിൽ വഖ്തു, അതിൽ കറബ കൊടുക്കുക. ഉദാഹരണം എന്താ? കറബൽ വഖ്തു യൻഖദി, സമയം കഴിയാറായിട്ടുണ്ട്. യൻഖദി എന്ന് പറഞ്ഞാൽ കഴിയുക, വഖ്തു എന്ന് പറഞ്ഞാൽ സമയം. കറുബ വന്നാൽ കറുബൽ വഖ്തു യൻഖദി, സമയം കഴിയാറായിട്ടുണ്ട്. ഇനി അഹ്തല്ലൽ മത്തറു, മഴ പെയ്യുക. അതിന് ഔഷക്ക വന്നാൽ ഔഷക്കൽ മത്തറു അൻ യഹ്തല്ല, മഴ പെയ്യാറായിട്ടുണ്ട്. ഇതിലൊക്കെ ഉദാഹരണം എങ്ങനെയാ കൊടുക്കുക? കാതൽ ഫഖറു അൻ യകൂന കുഫ്റൻ. കാതൽ ഫഖറു അൻ യകൂന കുഫ്റൻ, ദാരിദ്ര്യം കുഫ്റാകാൻ അടുത്തായിട്ടുണ്ട്. ദാബൽ ഖൽബു, മനസ്സ് ഉരുകുക, ദാബ ഉരുകുക. കറുബൽ ഖൽബു അൻ യദൂബ. ദാബ യദൂബു എന്നാണോ എന്ന് നോക്കാനും മൻഹൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലെന്ത് ചെയ്താൽ മതി? ദാബ ഇവിടെ ലാസ്റ്റത്തെ ഇതിൽ എടുത്താൽ മതി. അവിടെ ഈ ദാബ യദൂബു, ഉരുകുക, മൻഹലിലൊക്കെയാണ്. ദാബ യദൂബു, ഉരുകുക. ദാബ യദൂബു, ഉരുകുക, ഒലിക്കുക. അപ്പൊ ദാബ യദൂബ് അൻ യദൂബ, കറബൽ ഖൽബു അൻ യദൂബ. 3 യക്തമിലുൽ അമലു, ജോലി പൂർത്തിയാവുക. അപ്പൊ അസൽ അമലു യക്തമിലു, അല്ലെങ്കിൽ അൻ യക്തമിലു ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതില്? കാതയിലും കറബയിലും അന്ന് വളരെ കുറവാണ് വരിക, അതേസമയത്ത് ഉപയോഗിക്കാം. അസയില് അസ ഔഷക്കയിൽ കൂടുതൽ വരും. അസൽ അമലു അൻ യക്തമില, ജോലി പൂർത്തിയാകാറായിട്ടുണ്ട്. ഫാസ യഫൂസ്, വിജയിക്കുക. അൽ ഫരീഖ്, ഒരു ടീം. യഫൂസുൽ ഫരീഖു എന്നുള്ളതിൽ ഔഷക്കൽ ഫരീഖു അൻ യഫൂസ, ഔഷക്കൽ ഫരീഖു, ടീം വിജയിക്കാനായിട്ടുണ്ട്. ഇനി അസ യുഷ്ഫ, യുഷ്ഫൽ മരീദു, രോഗിക്ക് ശമനം നൽകപ്പെടുക. അസൽ മരീദു അൻ യുഷ്ഫ, അസൽ മരീദു അൻ യുഷ്ഫ. തക്കല്ലമ തുഫിൽ, കുട്ടി സംസാരിച്ചു. പ്രായമായിട്ട് 7 വയസ്സൊക്കെ ആയാല്. അപ്പൊ ഔഷക്ക തുഫിലു അൻ യതകല്ലമ, മുദാരിയാക്കണല്ലോ, ഇത് മാതിയല്ലേ. അപ്പൊ അശത്ത് തുഫിലു അൻ യതകല്ലമ, ഔഷക്ക തുഫിലു അൻ യതകല്ലമ. നഫസ
തീരുക. സ്വബുറുൽ ഉസ്താദ്, ഉസ്താദിന്റെ ക്ഷമ തീരുക. അവിടെ കറബ എങ്ങനെയാ പ്രയോഗിക്കുക? അവിടെ നഫദ എങ്ങനെയാ വരിക എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് അൽമൻഹൽ ഒന്ന് എടുത്തു നോക്കാം. അൽമൻഹൽ എങ്ങനെയാണ് വരുന്നത്? നഫദ അല്ല ദ. അതില് നഫദ യംഫുദു. നൂനാണ്. ഇപ്പൊ നസറ യൻസുറു, നഫദ. ഇപ്പോ കറബ സബുറുൽ ഉസ്താദി, ഉസ്താദിന്റെ ക്ഷമ യംഫുദ, തീരാറായിട്ടുണ്ട്. നഫദ യംഫുദു, യംഫുദ. പിന്നെ കാതൽ മതറു അംതറത്തി സമാഉ, ആകാശം മഴ വർഷിച്ചു. അവിടെ കാത സമാഉ അയ്യുംതിറ അല്ലെങ്കിൽ അൻതുംതിറ, മുഅന്നസായിട്ട് ഉപയോഗിക്കുക സമാ. അപ്പൊ അൻതുംതിറ അല്ലെങ്കിൽ കാത സമാഉ തുംതിറു. ഉപയോഗിക്കാതെയും പറയാം. ഉപയോഗിക്കാതെ പറയലാണ് കൂടുതൽ. ഇനി ചോദ്യോത്തരം, ഈ അഫ്അൽ മുഖറബ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യോത്തരം. നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ, ഈ ഇവിടെയുള്ള ഈ 8 എണ്ണാണ് 7 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നുജീബു അനിൽ അസ്ഇല, സുആല് അസ്ഇലത്ത്, ചോദ്യങ്ങൾ. അൽ ആത്തിയ, ശേഷം കൊടുത്ത 7 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ബിസ്തിഅമാലി അഫ്ആലിൽ മുഖറബത്തി, അഫ്ആൽ മുഖറബ് ഉപയോഗിച്ചിട്ട്. കമാഫിൽ മിസാൽ, ആദ്യം മിസാൽ കൊടുത്തിട്ടുണ്ട്. മിസാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഈ മിസാലിൽ ഉള്ളതുപോലെ ഇപ്പുറത്ത് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മിസാല് കാണാം. അൽ ഖറജത്ത ഇലൽ മദീനത്തി, നിങ്ങൾ ടൗണിലേക്ക് പുറപ്പെട്ടോ. അവിടെ കാത ഉപയോഗിക്കുക എങ്ങനെയല്ല? കിത്തു അൻ അഖ്റുജ, പുറപ്പെട്ടിട്ടില്ല, പുറപ്പെടാനായിട്ടുണ്ട്. കിത്തു അൻ അഖ്റജ, കാത കിത്തു, കാത അതിന്റെ മാദി മുതകല്ലിമാണ്. പുറപ്പെട്ടിട്ടില്ല. കിത്തു അൻ അഖ്റുജ, പുറപ്പെടാനായിട്ടുണ്ട്. പിന്നെ ഹൽ യസുലുൽ ഉസ്താദു ലി ഹഫ്ലത്തി ഉർസിക്ക, നിങ്ങളുടെ കല്യാണത്തിന് കല്യാണ പാർട്ടിക്ക് ഉസ്താദ് വരുവോ? ഷെയ്ഖുന എത്തുവോ? അൽ യസുലു, എത്തുമോ? അൽ ഉസ്താദ് ലി ഹഫ്ലത്തി ഉർസിക്ക, നിങ്ങളുടെ കല്യാണ പാർട്ടിക്ക്. ഇപ്പൊ അസ ഉപയോഗിച്ചിട്ടാണ് പറയാ. അസ യസുല, എത്താൻ സാധ്യത ഉണ്ട്, എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം. ഹൽ വസലൽ ഖിത്വാറു ഇലൽ മഹത്വത്തി, ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയോ? അവിടെ എത്താനായിട്ടുണ്ട് എന്ന് പറയാൻ എങ്ങനെയാ? ഔഷക്കൽ ഖിത്വാറു യസുല ഇലൽ മഹത്വത്തി, ഔഷക്കൽ ഖിത്വാറു യസുല. വസല എങ്ങനെ കൊണ്ടുവരണം? യസുലയാക്കണമല്ലോ. യസുല ഇലൽ മഹത്വത്തി, ട്രെയിൻ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. പിന്നെന്താ? അൽ തമ്മ ബിനാഉൽ മസ്ജിദ് ഫി ഖറിയത്തിക, നിങ്ങളെ ഗ്രാമത്തിലെ പള്ളിയുടെ പണി പൂർത്തിയായോ? അൽ തമ്മ, പൂർത്തിയായോ? ബിനാഉൽ മസ്ജിദ്, പള്ളിയുടെ പണി, നിർമ്മാണം. ഫി ഖറിയത്തിക, നിങ്ങളുടെ ഗ്രാമത്തിൽ. കറബ ഉപയോഗിക്കണം. അവിടെ എന്ത് ചെയ്യണം? അടുത്തിട്ടുണ്ട്, തീരാറായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ പറയണം നഅം ലാ. തീരാറായിട്ടുണ്ട്, തീർന്നിട്ടുണ്ട് എന്ന് പറയെങ്കിൽ പിന്നെ ഇത് പറയില്ലല്ലോ, നഅം എന്ന് പറയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ കറുബ് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലല്ലോ. കറുബ് ഉപയോഗിക്കാൻ ചാൻസ് വേണമല്ലോ. അപ്പൊ അങ്ങനെ പറയണം, ലാ, പൂർത്തിയായിട്ടില്ല. കറബ ബിനാഉൽ മസ്ജിദ് അയ്യത്തിമ്മ ഫി ഖറിയത്തി, എന്റെ ഗ്രാമത്തില് പള്ളിയുടെ പണി പൂർത്തിയാകാറായിട്ടുണ്ട്. കറബ ബിനാഉൽ മസ്ജിദ് അയ്യത്തിമ്മ ഫി ഖറിയത്തി. ഇനി 3, സാഫറ അബൂക്ക ഇല ഖത്തർ, നിങ്ങളെ ഉപ്പ ഖത്തറിലേക്ക് പോയോ? അവിടെ ലാ, പോകാറായിട്ടുണ്ട് എന്ന് പറയാൻ എങ്ങനെ വേണ്ടേ? ലാ. കാത അബി അബൂക്ക എന്നല്ലല്ലോ പറയാ, എന്റെ ഉപ്പ എന്നല്ല പിന്നെ പറയേണ്ടത്. നിങ്ങളുപ്പ പോയോന്ന് ചോദിക്കുമ്പോ എന്റെ ഉപ്പ പോകാറായിട്ടുണ്ട്, എങ്ങനെ പറയാ? ലാ കാത അബി അൻ യുസാഫിറ ഇല ഖത്തർ, ഖത്തറിലേക്ക് പോകാറായിട്ടുണ്ട്.
ഇനി 4, ഹൽ വസല അമ്മുക്ക മിനൽ ഖലീജ്, ഗൾഫിൽ നിങ്ങളെ വാപ്പ എത്തിയോ എന്ന് ചോദിക്കുമ്പോ അതിനെന്താ ഉത്തരം പറയാ? എത്താനായിട്ടുണ്ട് എന്ന് പറയാൻ ലാ അസ അമ്മി മിനൽ ഖലീജ്, അത് അസ അമ്മി അൻ യസില മിനൽ ഖലീജ്, വരാനായിട്ടുണ്ട്. ലാ എത്തിയിട്ടില്ല. അസ അമ്മി അൻ യസില മിനൽ ഖലീജ്, ഖലീജിൽ നിന്ന് വരാറായിട്ടുണ്ട്. ഇനി ഔഷക്ക 5-മത്തത്, ഹൽ ബുദിഅത്തിൽ മുഹാദറ, നമ്മളെ സദസ്സ് തുടങ്ങിയോ, ആ സദസ്സ് ആരംഭിച്ചോ? അവിടെ എന്ത് പറയണം? ലാ ഔഷക്കൽ മുഹാദറത്തു അയ്യുബ്തദ അൻതുബ്തദ, തുടങ്ങാറായിട്ടുണ്ട്. മുദാരിയാക്കണം, ഇത് മാദിയാണല്ലോ. തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ തുടങ്ങാറായിട്ടുണ്ട് എന്ന് പറയണേ മുദാരിയായിട്ട് പറയണ്ടേ. ഇനി കറബ, ഹൽ ഖറജ അബൂക്ക ഇലൽ മസ്ജിദ്, നിങ്ങളെ വാപ്പ പള്ളിയിലേക്ക് പോയോ, പുറപ്പെട്ടോ? അൽ ഖറജ പുറപ്പെട്ടോ, അബൂക്ക നിങ്ങളുടെ ഉപ്പ ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് പുറപ്പെട്ടോ? അവിടെ എങ്ങനെ പറയണല്ല? പുറപ്പെടാനായിട്ടുണ്ട് എന്ന് പറയാൻ ഇല്ല, പുറപ്പെടാനായിട്ടുണ്ട്. അപ്പൊ എന്ത് പറയണല്ല? കറബ അബി അൻ യഖ്റുജ ഇലൽ മസ്ജിദ്, അല്ലെങ്കിൽ അൻ യഖ്റുജ വേണ്ട, യഖ്റുജു ഇലൽ മസ്ജിദ്. ഇനി ഔഷക്ക, ബാപ്പ പള്ളിയിലേക്ക് പോകാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി 7, ഹൽ നാമ ത്വിഫ്ലു, കുട്ടി ഉറങ്ങിയോ? അവിടെ ഇല്ല. ലാ ഔഷക്ക ത്വിഫ്ലു അൻ യനാമ, നാമയനാമു എന്നതോ നാമയനൂമൂന്നോ നാമയനാമോന്നോ പറയേണ്ടതെന്ന് എവിടെ നോക്കിയാൽ മതി? ഈ ഇതിലെടുത്താൽ മതി. അൽമൻഹൽ എടുത്തിട്ട് നാമയുടെ ഭാഗം അതിലെ ലാസ്റ്റ് ഭാഗമല്ലേ വരിക, മുന്നിൽ വാവല്ലേ വരേണ്ടത്. അപ്പോ നാമ എടുത്ത് നോക്കിയാൽ എന്ത് മനസ്സിലാകും? എങ്ങനെയാണ് എന്ന് മനസ്സിലാകും. ഇവിടെ ഉണ്ട് നാമ സമിയ യസ്മൗ, നാമ യനാമു, നാമ യനാമു സമിയ യസ്മൗ. ഇനി ഈ വിട്ട ഭാഗം നമ്മൾ വാക്കുകൊണ്ടൊന്ന് പൂരിപ്പിക്കണം. നുക്കമ്മിലുൽ ജുമലൽ താലിയ, നുക്കമ്മിലു നാം പൂർത്തിയാക്കുക. ജുംലത്തിന്റെ ബഹുവചനാണല്ലോ ജുമൽ. അൽ ജുമല താലിയ, ശേഷം കൊടുത്ത ജുംലകൾ പൂർത്തിയാക്കുക. ബിവളി മാ യുനാസിബ്, ബിവളി അവിടെ സെറ്റ് ചെയ്യുക. മാ യുനാസിബു, യുനാസിബു അനുയോജ്യമായി. ഫിൽ മക്കാനിൽ ഖാലി, ഈ വിട്ട ഭാഗം. ഖാലി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്, ഒഴിഞ്ഞ ഭാഗത്ത് പൂരിപ്പിക്കുക. ഔഷക്ക സഹറു, സഹർ എന്ന് പറഞ്ഞാൽ പുഷ്പം. പുഷ്പം എന്തായെന്നാ പറയാ? അത് വിടരുക എന്ന് പറയാം. അപ്പൊ ഔഷക്ക സഹറു യസ്ഹറ, അല്ലെങ്കിൽ യുസ്ഹിറ എന്നും പറയാം. അസ്ഹറ യുസ്ഹിറു, യുസ്ഹിറ അങ്ങനെ പറയാം. ഔഷക്ക സഹറു യുസ്ഹിറ, അത് പുഷ്പിക്കാൻ എടുത്തിട്ടുണ്ട്. കാതയില് എന്ത് വേണമെന്നില്ല, അന്ന് വേണ്ട. അപ്പൊ ഇവിടെ ഉദിക്കുക, യതുലു, കാത ശംസു യതുലു, സൂര്യൻ ഉദിക്കാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ അന്നാസു യമൂത്തൂന മിനൽ മർദി, ജനങ്ങൾ തണുപ്പിനാൽ മരിക്കാനായിട്ടുണ്ട്. അവിടെ കാത ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആസ ഉപയോഗിക്കാം. അസൻ നാസു യമൂത്തൂന മിനൽ മർദി. കറുബത്തി ഷംസു അൻ യഗ്റുബ, അല്ലെങ്കിൽ അൻ തഗ്റുബ, താ ഉപയോഗിക്കാം. അത് മജാസിയ മുഅന്നസ് ആയതുകൊണ്ട് തഗ്റുബ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ തഗ്റുബു എന്ന് മാത്രം പറയാം, അങ്ങനെ ഉപയോഗിക്കണം നിർബന്ധമില്ല. കറുബത്തി ഷംസു തഗ്റുബു. കറബയും കാതയും എങ്ങനെ പറയാം? ഇനി ഔഷക്ക സറു, കൃഷി എന്തായിട്ടുണ്ട്? കൊഴിയാറായിട്ടുണ്ട് എന്ന് പറയാം, കൊഴുത്തിനെടുത്തിട്ടുണ്ട്. അപ്പൊ അൻതുസ്സദ, അല്ലെങ്കിൽ അയ്യുസ്സദ, ഹായ് സ്വാദ്, സ്വാദ് കൊഴിയുക, കൊയ്യുക. സോറി. 6, യക്കാദുൽ ളുൽമു അയ്യന്തഹിയ, അല്ലെങ്കിൽ യന്തഹി, അൻ വേണമെന്നില്ല. യക്കാദുൽ ളുൽമു യന്തഹി, അക്രമം അവസാനിക്കാറായിട്ടുണ്ട്. പിന്നെ 7, യുഷാരിക്ക ഫിൽ മഹർജാനിൽ അദബി, സാഹിത്യ സമ്മേളനം, സാഹിത്യോത്സവം. മഹർജാനുൽ അദബി, സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ അന്ന് ഔഷക്ക ആയിക്കോട്ടെ. ഔഷക്ക ത്വാലിബു, അല്ലെങ്കിൽ ഔഷക്ക സൈദുൻ യുഷാരിക്ക ഫിൽ മഹർജാനിൽ അദബി. ഏതെങ്കിലും ഒരാളെ പേര് പറയാം. ഔഷക്ക മുഹമ്മദുൻ, അറിയാവുന്ന ഒരാളെ പേര് പറഞ്ഞാൽ മതി. അവിടെ ഇത് അയ്യുഷാരിക്ക ആവുമ്പോ വഹദാനാണല്ലോ, അപ്പൊ ഔഷക്കയും അങ്ങനെ തന്നെ കൊണ്ടുവരണം.
അസൽ മരീബു 8. അസൽ മരീബു രോഗി എന്താറായിട്ടുണ്ട്, മരിക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ യുഷ്ഫ ആയിക്കോട്ടെ, ശമനാലല്ല നല്ലത്. അസൽ മരീബു യുഷ്ഫ, അല്ലെങ്കിൽ ഐ യുഷ്ഫയും പറയാം, രണ്ടും യുഷ്ഫ ശമനം നൽകപ്പെടാൻ അടുത്തായിട്ട്. ഇവിടെ ചെറിയൊരു ഭാഗം ഒന്ന് ഇതിൽ അടിഞ്ഞു പോയിട്ടുണ്ട്, ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. നുഅരിബുൽ ജുമലത്താലിയത്തെ കമാഫിൽ മിസാൽ, ഇവിടെ കൊടുത്ത ഈ 7 ജുംലകൾ, ഈ 7 ജുംലകൾക്ക് എന്ത് പറയാം, ഇഅ്റാബ് പറയാം. കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഇവിടെ കൊടുത്തതുപോലെ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എന്ത് ചെയ്യാം, ഈ 7 എണ്ണോ അതുപോലെ ചെയ്യാം. ഞാനി അതിന്റെ ഔഷക സ്വൈഫു അയ്യെത്തിയ, വസന്തകാലം ആകാറായിട്ടുണ്ട്. അയ്യെത്തിയ എന്ന് പറഞ്ഞാൽ വരാറായിട്ടുണ്ട്. അപ്പൊ ഔഷക്ക എന്നുള്ള എന്താണ്, ഫഅൽ മാദി മിൻ അഫ്ആലിൽ മുഖാറബ, അഫ്ആൽ മുഖാറബയുടെ ഫഅൽ മാദിയാണ്. എന്താണ് അതിന്റെ ഘടന എന്നാ പറയുന്നത്. സ്വൈഫു എന്നത് അതിന്റെ ഇസ്മു ഔഷക്കക്ക് ഫായിൽ അല്ല, ഇസ്മു എന്നാ പറയാം. അതെന്താണെന്നൊക്കെ കുറച്ചും കൂടി പുരോഗമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. എന്താ ഫായിൽ എന്ന് പറയാത്തത്, എന്താണ് ഈ അഫ്ആൽ മുഖാറബക്ക് ഇസ്മും വാഹിദും തന്നെ പറയുന്നത്, ഫഅലിന് ഫായിൽ എന്ന് പറയാത്ത എന്താന്നൊക്കെ കുറച്ച് ഗ്രാമറിന്റെ പ്രാഥമിക പാഠാണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ ഉയർന്നു പഠിക്കുമ്പോൾ പഠിക്കും. അസ്വൈഫു ഇസ്മു ഔഷക്കയുടെ ഇസ്മാണ് അസ്വൈഫു. അപ്പൊ ഇസ്മിന് റഫു വേണം, തസ്മൗ ഇസ്മം വേണം. മർഫൂ ബിൽ ലമ്മത്തിൽ ലാഹിറ, അസ്വൈഫു ഫു ഇതെന്താണ്, മർഫു ആണ്. ബിൽ ലമ്മത്തിൽ ലാഹിറ, ലാഹിറത്തായ ലമ്മത്തുണ്ട്. സ്വൈഫു എന്ന ഫായിന്റെ ലമ്മത്താണ് അതിന്റെ റഫയിന്റെ അടയാളം. അൻ എന്നുള്ള ഹർഫുൻ നാസിബുൻ, പിന്നെ യഅ്തിയ എന്നുള്ളത് ഫീലും മുളാരി മൻസൂബും ബി അൻ. നസ്ബിന്റെ അടയാളം എന്താണ്, അതിന്റെ ആഖിറിലുള്ള ഫത്ഹ. കാദൽ ഖിതാറു യുഗാദിറുൽ മഹത്തത്ത, അവിടെ കാദ ഫൈലും മാദിൻ മിൻ അഫ്ആലിൽ മുഖാറബ. അൽ ഖിതാറു ഇസ്മു കാദയുടെ ഇസ്മാണ്. റഫ അല്ലെങ്കിൽ റുഫിയ, ഈ റഫ മർഫൂൻ ബിൽ ലമ്മത്തിൽ ലാഹിറ. കാദൽ ഖിതാറു ബിൽ ലമ്മത്തിൽ ലാഹിറത്ത്, ലാഹിറത്താൽ ലമ്മത്തുകൊണ്ട് റഫ ചെയ്യപ്പെടും. പിന്നെ യുഗാദിറു ഫീൽ മുളാരി മർഫൂ ബിൽ ലമ്മത്തിൽ ലാഹിറ, ലാഹിറത്താൽ ലമ്മത്ത്. അൽ മഹത്തത്ത മഫൂല്, ട്രെയിൻ സ്റ്റേഷൻ വിടാറായിട്ടുണ്ട് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഔഷക്കത്തിൽ ഹാഫിലത്തു അൻ തൊസില, സംഘം എത്താറായിട്ടുണ്ട്. ഔഷക്കത്ത് ഫീൽ മാദി മിൻ അഫ്ആലിൽ മുഖാറബ. അൽ ഹാഫിലത്തു ഇസ്മു ഔഷക്കന്റെ ഇസ്മാണ്. മർഫൂ ബിൽ ലമ്മത്തിൽ ലാഹിറ, ഈ അവസാനത്തിന് ലാഹിറത്ത്, ഇതിന് എന്താണ് ഹാഫിലത്തു എന്ന ഇവിടെയുള്ള ലമ്മത്തുകൊണ്ട് റഫ്, ലാഹിറത്തെ ലമ്മത്തുകൊണ്ട് റഫ്. അൻ ഹർഫ് നാസിബ് തസീല ഫീൽ മുളാരി മൻസൂബ്. എന്തുകൊണ്ടാണ് നസ്ബ്, ലാമിന് ഫത്തഹത്തുകൊണ്ട് നസ്ബ്. ഇനി 3, അസ മുഹമ്മദുൻ അൻജഹ, മുഹമ്മദ് വിജയിക്കാൻ സാധ്യതയുണ്ട്, വിജയിക്കാൻ എടുത്തിട്ടുണ്ട്, എല്ലാം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉഷാറ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ അസ ഫീൽ മാദി മിൻ അഫ്ആലിൽ മുഖാറബ. മുഹമ്മദുൻ ഇസ്മു അസയുടെ ഇസ്മ് മർഫൂഉൻ ബിൽ ലമ്മത്തിൽ ലാഹിറ, ലാഹിറത്താൽ ലമ്മത്തുകൊണ്ട് റഫ്, ദാലിന് ലമ്മത്തുകൊണ്ട് റഫ്. അൻ നാസിബ് ഹർഫ് നാസിബ്. യൻജഹ ഫീൽ മുളാരി മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ട മുളാരി. എന്തുകൊണ്ടാണ് നസ്ബ്, യൻജഹ ഈ ഹാഇന് ഫത്ഹ് കൊണ്ട് നസ്ബ്. യൂഷിക്കുൽ ലൈലു അൻ യൻഖദിയ, അവിടെ യൂഷിക്കു ഫീൽ മുളാരി മിൻ അഫ്ആലിൽ മുഖാറബ, അഫ്ആൽ മുഖാറബയുടെ ഫൂൽ മുളാരി. അല്ലൈലു ഇസ്മു യൂഷിക്കു, ഔഷക്കയുടെ ഇസ്മു, അതിന് റഫ് മർഫൂ ബിൽ ലമ്മത്തിൽ ലാഹിറത്തി, ലാഹിറത്താൽ ലമ്മത്തുകൊണ്ട് റഫ്. ഇവിടെ ലൈലു. അന്ന ഹർഫ് നാസിബ് യൻഖദിയ ഫീൽ മുളാരി മൻസൂബ്, യാഇനുള്ള ഫത്ഹത്തുകൊണ്ട് നസ്ബ്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, ഇടിയെടുത്തിട്ട് അല്ലെങ്കിൽ മിന്നെടുത്തിട്ട് അത് അവരുടെ കണ്ണിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, നശിപ്പിക്കാനായിട്ടുണ്ട്, ഭയങ്കര ഇടിയായിരുന്നു.
അപ്പോ യക്കാതു അൽ ബർക്കു എന്ന് പറഞ്ഞ ഇടി, അല്ല മിന്ന് റഅദ് ഇടി, ബർക്ക് മിന്ന്. അപ്പൊ യക്കാദുൽ ബർക്കു, യക്കാദു ഫീൽ മുളാരി മിൻ അഫ്ആലിൽ മുഖാറബ, അഫ്ആൽ മുഖാറബയുടെ ഫീൽ മുളാരി. അൽ ബർക്കു ഇസ്മു യക്കാദു, കാതയുടെ ഇസ്മ്, മർഫൂം ബിൽ ലമ്മത്തിൽ ആഖിറത്തി, ഈ ഖാഫിന് ലമ്മത്ത് കൊണ്ട് റഫ്, ഖാഫിന് ലമ്മത്ത് കൊണ്ട് റഫ്. യഖ്തഫു ഫീൽ മുളാരി മർഫൂ, അബ്സാറ മഫ്ഊല്, ഹും മുദാഫിൻ ഇലൈഹി. അബ്സ്വാർ കണ്ണുകൾ, കണ്ണുകളെ പറ്റിയെടുക്കുക, കണ്ണുകളെ നശിപ്പിക്കുക. 6 അസാ റബ്ബി അൻ യഹ്ദിയനി, അള്ളാഹു എനിക്ക് ഹിദായത്ത് തരാൻ സാധ്യതയുണ്ട്. കുറെ ഞാൻ ദുആയൊക്കെ ചെയ്തിട്ടുണ്ട്, റമദാനാണ്, ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അള്ളാഹു എനിക്ക് കൂടുതൽ ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരാൻ സാധ്യതയുണ്ട്. അസാ ഫഇലു മാളി മിൻ അഫ്ആലിൽ മുഖാറബ. റബ്ബി ഇസ്മ്, അസയുടെ ഇസ്മ്. പക്ഷെ റബ്ബി എന്നുള്ളതിന്റെ റഫ് കാണുമോ? ഇല്ല. കാരണം ഇതെന്താണ്? റബ്ബി എന്നത് മുത്തക്കല്ലിമിന്റെ യാനോട് ചേർന്ന് വന്നതുകൊണ്ട് അവിടെ റബ്ബി എന്നുള്ളതിൽ എന്തു വരൂല? ലമ്മത്ത് ലാഹിറായിട്ട് കാണൂല. അൻ ഹർഫ് നാസിബ് യഹ്ദിയ, മുളാരി ഫേല് മുളാരി മൻസൂബ്, യാന്റെ ഫത്തഹത്തോണ്ട് നസ്ബ്. നീ എന്നത് നൂന് വിഖായത്തുൻ, ഇവിടെ യാ ആണ് എന്ത്? മഫ്ഊൽ. യഹ്ദിയനി എന്നെ, ആ യായിനെ ഇതിനോട് ചേരാതിരിക്കാൻ വേണ്ടി, വിഖായത്തിന് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ് അവിടെ നൂന്. അതുകൊണ്ടാണ് നൂന് വിഖായ എന്നാ പറയാ, വിഖായത്തിന്റെ നൂൻ, പ്രൊട്ടക്ഷൻ നൂൻ. പിന്നെ കറബ, കറബ, കറബ എന്നുള്ളത് എങ്ങനെയാ? കറബൽ ഫജ്റു അയ്യത്വലിയ, കറബ ഫീൽ മാദി മിൻ അഫ്ആലിൽ മുഖാറബ, അഫ്ആൽ മുഖാറബയുടെ ഫീൽ മാദി. അൽ ഫജ്റു, ഇപ്പോ ഫജ്ർ വെളിവാകാറായിട്ടുണ്ട്, ഉദിക്കാറായിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഫജ്റു എന്നത് ആണ് വരിക മർഫൂൻ ബിൽ ലമ്മത്തിൽ ലാഹിറത്തി, ഇസ്മു കറബ, കറബയുടെ ഇസ്മാണ്, റായിന് ലമ്മത്ത് കൊണ്ടാണ് റഫ്. അൻ ഹർഫ് നാസിബ്, അൻ ഹർഫ് നാസിബ്. പിന്നെ യത്ലുവ ഫീൽ മുളാരി മൻസൂബ്, ലാഹിറത്തായ ഫത്തഹത്തുണ്ട്. ഇനി വേണ്ടത് എന്താണ്? നുക്കഫ്ബിനു സലാസ ജുമലിൻ, ജുംലത്തിന്റെ ജുമല് 3 ജുംല ഉണ്ടാക്കാം. ബികുല്ലിൻ മിൻ അസ ഔഷക്ക, അസ ഔഷക്ക ഉപയോഗിച്ചിട്ട് ഓരോന്നും 3 വീതം ഉപയോഗിക്കും. ഇത് കിതാബിലുള്ളതല്ല, നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അഫ്ആൽ മുഖാറബ, അസയുടെയും ഔഷക്കയുടെയും 3 ജുംലകൾ സഹിതം തരിക. അസയുടെ 3 ജുംല. 1 അസൽ മതറു അൻ യൻഹമിറ ഫതസ്ഹറൽ ഹുഖൂലു, മഴ നല്ല കുത്തി പെയ്യാൻ സാധ്യതയുണ്ട്, മേഘം നന്നായിട്ട് ഇങ്ങനെ കറുത്ത് കിടക്കുന്നുണ്ട്, അങ്ങനെയാകുമ്പോ വയലൊക്കെ നന്നായിട്ട് ഉഷാറാകും. അപ്പൊ അസൽ മതറു അൻ യൻഹമിറ, ഇതാണ് വിഷയം. അസ അൽ മതറു. പിന്നീട് രണ്ടാമത്തത് അസ ത്വാലിബു അൻ യൻജഹ ഫി ഇംതിഹാനിഹി ബഅദ കുല്ലി ഹാദൽ ജുഹദ്. അസ ത്വാലിബു, വിദ്യാർത്ഥി പരീക്ഷയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, കാരണം നന്നായി മെനക്കെട്ടിട്ടുണ്ട്. അപ്പോ അസ ത്വാലിബു അൻ യൻജഹ, ത്വാലിബു ഇസ്മിന് റഫ്, പരീക്ഷയിൽ അൻ യൻജഹ വിജയിക്കുക, ഇംതിഹാനിഹി അവന്റെ പരീക്ഷയിൽ, ബഅദ കുല്ലി ഹാദൽ ജുഹദ്, ജുഹദ് എന്ന് പറഞ്ഞാൽ എഫേർട്ട്, അധ്വാനം, ഈ എല്ലാ അധ്വാനവും അധ്വാനിച്ചുകൊണ്ട്. 3 അസ, അസൽ അയ്യാമുൽ മുഖ്ബിലത്തു അൻ തകൂന അക്സറ ഇസ്റാഖൻ വ സആദത്തൻ, ഇനി വരാൻ പോകുന്ന ദിവസമൊക്കെ നല്ല ഉഷാറാകാൻ സാധ്യതയുണ്ട്, കൂടുതൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, കാരണം നന്നായിട്ട് ദ്വാരന്നിട്ടുണ്ട്, നല്ല ഒരുപാട് ഹസനാത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അസൽ അയ്യാമു, അയ്യാമു എന്നുള്ള അസന്റെ ഇസ്മു, അൽ മുഖ്ബിലത്തു ഇതിന്റെ സിഫത്ത, അൻ തക്കൂനയാണ് ഖബർ, ഹസന്റെ ഖബർ. അൻ തക്കൂന, അന്ന് വന്നുകൊണ്ട് തക്കൂന മൻസൂബാണ്. അക്സറ ഇസ്റാഖൻ സആദത്തൻ, വിജയിക്കുക, സആദത്ത് വിജയിക്കുക, ഇസ്റാഖ് പ്രകാശിതമാകുക. ഇനി ജുമലും ബി ഔഷക്ക, ഔഷക്ക കൊണ്ടുള്ള 3 ജുംല. 1 ഔഷക്കൽ ഖിത്താറു അൻ യസ്വില ഇലൽ മഹത്വത്തി, ട്രെയിൻ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഔഷക്ക അൽ ഖിത്താറു,
ഔഷക്ക ഫീൽ മാവി മുക്കാറബ് അഫഅൽ മുക്കാറബിൻ്റെതാണ് കിതാറു അതിന്റെ ഇസ്മിന് റഫ്. അയ്യസ്വില അതിന്റെ ഖബർ. ഔഷക്കൽ മസ്റൂ അലൽ ഇന്തിഹാഇ ബഅദ അശ്ഹുരി മിനൽ അമൽ. നമ്മളെ പ്രൊജക്ട് കഴിയാറായിട്ടുണ്ട്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് കഴിയാറായിട്ടുണ്ട്. ഔഷക്കൽ മസ്റൂ അവിടെ ഔഷക്ക ഫീൽ മുക്കാറവ മസ്റൂ അതിന്റെ ഇസ്മ് മസ്റൂ ആയതുകൊണ്ട് ലമ്മത്തുകൊണ്ട് റഫ്. അലൽ ഇന്തിഹായി ബഅദ അശ്ഹുരി മിനൽ അമലി. അവിടെ മുളാരി കൊണ്ടുവരാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഔഷക്കൽ ലൈലു അൻ യൻഖദിയ വയഹുല്ല സ്വബാഹു. രാത്രി കഴിയാറായിട്ടുണ്ട്, ഇപ്പോ പകലാകും. യഹുല്ലു ഔഷക്കയുടെ ഇസ്മ് ലൈലു, ഔഷക്കൽ ലൈലു ഇസ്മിന് റഫ ചെയ്തു. അയ്യൻഖദിയ അന്നുപയോഗിച്ചു, ഖബർ വന്നു അയ്യൻഖദിയ. അപ്പൊ ഇത്രയും ഭാഗം പഠിച്ചാൽ നമ്മൾ എന്തായി മാറി? അവാമിലിലെ അഫ്ആലുൽ മുഖാറബ പഠിച്ചു. കുറച്ച് ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, അതിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് അതിഗംഭീരമായി നമുക്ക് വിജയിപ്പിച്ചെടുക്കാം, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അഫ്ആലുൽ മുഖാറബ എന്ന് പറഞ്ഞാൽ വിഷയം ചെയ്യാറായിട്ടുണ്ട് എന്ന് പറയാൻ വരുന്നതാണ്. അതിന്റെ ഘടന എന്താണെന്നാണ് പഠിച്ചത്. വലിയ പ്രയാസമുള്ള മാറ്റർ അല്ലത്. പ്രയാസമുള്ള മാറ്ററാണെന്ന് തോന്നിയാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം സിമ്പിൾ ആയ ഒരു മാറ്ററിനെ പ്രയാസമാണെന്ന് വിശ്വസിക്കുന്നതാണ് പ്രയാസം. അപ്പൊ പ്രയാസങ്ങൾ കൂടും. അപ്പൊ ശ്വസിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശ്വസിക്കണമെങ്കിൽ ഇത്ര അളവില് ഈ ചെറിയ ദ്വാരത്തിലൂടെ ഇത്ര അളവിൽ ഇത്ര സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കണം, അവിടെ ഇത്ര സെക്കൻഡ് ഇത്ര മൈക്രോ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, എന്നിട്ട് ഇത്ര സെക്കൻഡ് പുറത്തേക്ക് വിടണം, അത് ഇത്ര അളവിലായിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശ്വാസം വിടൽ വലിയ പ്രയാസമാണെന്ന് കരുതും. പ്രയാസമൊന്നുമില്ല, നോർമലാണ്. അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം മാത്രമാണ്, അത് വിവരിക്കുന്നതിന്റെ പ്രയാസം മാത്രമാണ്. അള്ളാഹു നമുക്ക് നല്ല ഉഷാറായിട്ട് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ